എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ചിരിക്കുട്ടൻ നേരെ സ്കൂളിലേക്ക് വരും. അപ്പൊ അതേ സമയത്ത് ചുന്ദരി ടീച്ചറും സെമന്റോസും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ചിരിക്കുട്ടന്റെ ഐതിഹാസികമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടി വിയില് നമ്മുടെ ചിരിക്കുട്ടന്റെ കൂടെ തന്നെ മറ്റൊരു സയന്റിസ്റ്റും പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ഡേവ്. അവനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ചിരിക്കുട്ടന് ഒരുപാട് മെമ്മറീസ് അവന്റെ മനസ്സിലേക്ക് വരും. അപ്പൊ അതേ സമയത്ത് തന്നെ ഇപ്പൊ ചിരിക്കുട്ടന്റെ സിസ്റ്റത്തില് ഒരു മെയിൽ വരും. അവനത് വായിച്ചു നോക്കും. അതിൽ മറ്റൊന്നും ആയിരിക്കില്ല, സ്പെഷ്യൽ ക്ലാസ് തുടങ്ങാൻ സമയമായി എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഐസമ്മ മാസ്റ്റർ ആള് സ്റ്റുഡൻസിനെ എല്ലാവരെയും ഇപ്പൊ ഓരോ ഗ്രൂപ്പായിട്ട് തരംതിരിക്കും. എന്നിട്ട് ഓരോ ഗ്രൂപ്പുകൾക്ക് ഇപ്പൊ പ്രത്യേകം എക്സാം കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു ഗ്രൂപ്പ് അത് ഇവരാണ്. അപ്പൊ മാസ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു എക്സാമിനെ കുറിച്ച് പറയും. നിങ്ങളിപ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. വെറുതെ ഫൈറ്റ് ചെയ്താൽ പോരാ, ആ വില്ലൻ ആരെയൊക്കെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, വില്ലന്റെ ലക്ഷ്യം, അവന്റെ പവർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ചിരിക്കുട്ടൻ, സെമന്റോസ്, സുന്ദരി ടീച്ചർ, അങ്ങനെ എല്ലാവരും ഉണ്ടാവും പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് ബാറ്റിൽ നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ അവരെ കൊണ്ടുപോകും. അപ്പൊ മാസ്റ്റർ ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുക്കും. മാസ്റ്റർ പറയും ഈ ബിൽഡിങ്ങിലാണ് ഇപ്പൊ വില്ലന്മാരുള്ളത്. മാത്രമല്ല അവർ ഒരുപാട് ജനങ്ങളെ ഇപ്പൊ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ താഴെയായിട്ട് ഇപ്പൊ പോലീസും ഉണ്ട്. ഇതിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അവിടെ എത്ര വില്ലന്മാരുണ്ട്, എത്ര ഹോസ്റ്റേജസ് ഉണ്ട്, ആർക്കൊക്കെ പരിക്ക് പറ്റി, വില്ലന്മാരുടെ പവർ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. അത് കേട്ട് ടോഡറോക്കി അവൻ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഫോൺ എടുത്ത് ഡയൽ ചെയ്യും. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ വിളിച്ച് അവിടെ ഇപ്പൊ എത്ര ഹോസ്റ്റേജസ് ഉണ്ട്, അവിടെ എത്ര വില്ലന്മാര് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ പവർ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ചോദിക്കാൻ തുടങ്ങും. ഇവന്റെ ചോദ്യം കേട്ടതും ആ ഒരു റിസപ്ഷനിസ്റ്റ് ഫോൺ കട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഡോറ പെണ്ണ് അവളിപ്പോ അവളുടെ ഗ്രാവിറ്റി പവർ ഉപയോഗിച്ച് ഹോസ്പിറ്റലിന്റെ ഓരോ ഫ്ലോറുകളിലേക്കും അവൾ പിടിച്ച് കയറും. അവളങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറുമ്പോഴായിരിക്കും ഒരു ഫ്ലോറില് ഇപ്പൊ 3 ഹോസ്റ്റേജിനെ കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ മാസ്റ്റേഴ്സ് ആണ്. സെമന്റോസ്, ചുന്ദരി ടീച്ചർ, മൈക്ക്. അവരെ 3 പേരെയും കെട്ടിയിട്ട് വില്ലനായ ചിരിക്കുട്ടൻ അവൻ അങ്ങനെ ചിരിക്കും. ഉടനെ ടോറപ്പെണ്ണ് ഫോൺ എടുത്ത് ഈ ഒരു ഇൻഫർമേഷൻ അവളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യും. കട്ട് ചെയ്ത ചിരിക്കുട്ടൻ അവന് മാത്രം ഇതൊന്നും തീരെ ഇഷ്ടാവില്ല. അവൻ പറയും എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കാൻ. ഞാൻ ഓടിപ്പോയി ആ ഹോസ്പിറ്റലിന്റെ ഡോറ് അത് ഇടിച്ചു തകർക്കും. എന്നിട്ട് വില്ലനുമായിട്ട് ഫൈറ്റ് ഇട്ട് അവനെ വേറെ ദിശയിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് ഹോസ്റ്റേജസിനെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവനിപ്പോ ഡോറിന് നേരെ ഓടും. നമ്മുടെ ആൾക്കാര് ആ ഡോറൊക്കെ തല്ലി തകർത്ത് ഇപ്പൊ അകത്തേക്ക് കയറി വരും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ വില്ലൻ ചിരിക്കുട്ടൻ ആളെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇപ്പൊ കൊന്നിട്ടിരിക്കുകയാണ്. ഉടനെ പ്രോഫി പെണ്ണ് അവളുടെ മുടിയുടെ ഒരു അറ്റം എടുത്ത് ചിരിക്കുട്ടന്റെ മൂക്കിലിടും. ചിരിക്കുട്ടൻ ഉടനെ ആഞ്ഞു തുമ്മാൻ തുടങ്ങും. ചിരിക്കുട്ടൻ ദേഷ്യപ്പെട്ട് പറയും ഇത് ഗെയിമാണ്, അത് മനസ്സിലാക്കി മര്യാദയ്ക്ക് കളിക്കേ. നമ്മുടെ ആൾക്കാർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ പരസ്പരം നോക്കും. അവരുടനെ ഇപ്പൊ ഹോസ്റ്റേജിന്റെ കെട്ടഴിച്ച് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവരോട് ചോദിക്കും. അവരാദ്യമായിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് ഇപ്പൊ സെമന്റോസിനോട് ചോദിക്കും. അതിനാള് പറയും ഞാനാണ് ഈ ഷോപ്പിന്റെ ഓണർ. വില്ലൻ ഇവിടേക്ക് വന്ന് എന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി. അടുത്തതായിട്ട് ഇപ്പൊ ചുന്ദരി ടീച്ചറോട് ചോദിക്കും. ആള് പറയും ആക്ച്വലി ഞാനൊരു ക്ലയന്റ് ആണ്. ഇവിടെ പർച്ചേസിന് വന്നപ്പോ അറിയാതെ ആ ഒരു വില്ലന്റെ കയ്യിൽ പെട്ടുപോയി. അവൻ എന്നെ കെട്ടി ഈ മൂലക്കിട്ടു. അവസാനമായിട്ട് മൈക്ക് പറയും ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന് ഒരു റിങ് വാങ്ങാനാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ അപ്പോഴേക്കും വില്ലൻ അവൻ എന്റെ തലക്കടിച്ച് എന്നെ ബോധം കെടുത്തി. അപ്പൊ ഇസുക്ക് പയ്യൻ അവര് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ അവന്റെ വാലറ്റ് ചെക്ക് ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലാവും അവൻ പറഞ്ഞത് സത്യമാണ്. കാരണം അവന്റെ വാലറ്റില് ഗോൾഡ് മേടിക്കാനുള്ള പണമുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലാവും, ഇവര് 3 പേരില് ആരോ ഒരാളാണ് വില്ലനെ കൊന്നത്. പക്ഷെ അതാരാണെന്ന് അത്ര എളുപ്പത്തില് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല വില്ലൻ അടിച്ചു മാറ്റിയ ആ ഒരു ഗോൾഡ് കിറ്റ് അത് തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ചെതറിക്കിടപ്പുണ്ട്. അപ്പൊ പ്രോഫി പറയും ഒരു പക്ഷെ ഇത് 2 കള്ളന്മാരായിരിക്കും. അവരുടെ ഇടയില് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. അതിലൊരു കള്ളൻ ഇവനെ കൊന്ന് ഇവിടുന്ന് കടന്നു കളഞ്ഞു. പക്ഷെ ഹോസ്റ്റേജസ് പറയും കള്ളനായിട്ട് ഇവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോഡറോക്ക് ആ ബിൽഡിംഗ് മുഴുവൻ ഇപ്പൊ ചെക്ക് ചെയ്യും. അതിന് ബാക്ക് ഡോർ ഇല്ല. മാത്രമല്ല വിൻഡോസ് എല്ലാം തന്നെ ടൈറ്റായിട്ട് അടച്ചിരിക്കുകയാണ്. അപ്പൊ ഇവര് 3 പേരിൽ ആരോ ആണ് കൾപ്രേറ്റ്.
അപ്പൊ പ്രോഫി ചോദിക്കും, നമുക്കിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവരെ പോലീസുകാരെ ഏൽപ്പിച്ചാലോ? പക്ഷെ ഇസുക്ക് പയ്യൻ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ കൂലങ്കക്ഷായിട്ട് ആലോചിക്കാൻ തുടങ്ങും. അത് കണ്ട് ചപ്പടത്തലൻ ടെൻഷനാവും. അവൻ പറയും, ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഹോസ്റ്റേജിനെ 3 പേരെയും എടുത്തിട്ട് 3 പൂച്ചു പൂശിയ ഉറപ്പായിട്ടും സത്യം പുറത്തു വരും. അത് കേട്ട് ഇസുക്ക് പയ്യൻ, അയ്യോ വേണ്ട വേണ്ട, എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്. ഇസുക്ക് പയ്യൻ ഉടനെ ഇപ്പൊ സെമന്റോയോട് ചോദിക്കും, വില്ലൻ മോഷണം നടത്തിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാതിരുന്നത്? അതിന് സെമന്റോ പറയും, അപ്പോഴേക്കും ഈ ബിൽഡിംഗ് മുഴുവൻ പോലീസുകാർ ചുറ്റി വളഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഞാനല്ല പോലീസുകാരെ വിളിച്ചത്. അപ്പോഴാണ് ഇസുക്ക് പയ്യൻ ആ സത്യം വെളിപ്പെടുത്തുക. യഥാർത്ഥ കൾപ്രേറ്റ് അത് ചുന്ദരി ടീച്ചറാണ്. കാരണം അവള് മാത്രമാണ് കള്ളൻ അകത്തേക്ക് വന്നതിന് ശേഷം അവന്റെ പിന്നാലെ അകത്തേക്ക് കയറി വന്നത്. അതിന് ലിഡാപ്പയ്യൻ പറയും, നീ എന്താ പറയണേ? അവൾ സ്വന്തമായിട്ട് അപകടത്തിലേക്ക് ചെന്ന് ചാടിയെന്നോ? നീ ഇത്രയ്ക്ക് മണ്ടനാണോ ചോദിക്കുമ്പോ അതിന് ഇസുക്ക് പറയും, ഒരിക്കലുമല്ല. ചുന്ദരിക്കും ചിരിക്കുട്ടനും അവർക്ക് രണ്ടുപേർക്കും ഓൾറെഡി മുൻപേ പരിചയമുണ്ട്. ചിരിക്കുട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ ഒരുപാട് തവണ അവനെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ അതവൻ കേൾക്കാൻ കൂട്ടാക്കാതെ വീണ്ടും ഈ ഒരു ഷോപ്പിലേക്ക് വന്ന് മോഷണം ആരംഭിച്ചു. അത് കണ്ട ചുന്ദരി പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. അപ്പോഴാണ് പോലീസുകാരുടെ കയ്യിൽ കിട്ടിയ ഈ ചിരിക്കുടന്റെ കാര്യം അത് അധോഗതിയാകുമെന്ന് അവൾ മനസ്സിലാക്കിയത്. ഉടനെ അവൾ അകത്തേക്ക് ഓടി വന്ന് ഇപ്പൊ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവിടെ മുഴുവൻ പോലീസ് റൗണ്ട് ചെയ്യും. അവളുമായിട്ട് പുറത്തേക്ക് ചാടിയ ഉറപ്പായിട്ടും പോലീസ് അവളെയും കൂടെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചിരിക്കുട്ടൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി അവളെ കൂടെ കെട്ടിയിട്ട് ആ മൂലക്കിട്ടത്. അത് കേട്ട് ചുന്ദരി അവൾ ഷോക്കാവും. അപ്പൊ പ്രോഫി പെണ്ണ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ കള്ളനെ അവനെ ആര് കൊന്നു? അതിന് ഇസുക്ക് പറയും, കള്ളന് കറക്റ്റായിട്ട് അറിയാം ഇവിടെ മുഴുവനും പോലീസാണെന്ന്. ഇവനെ കൊണ്ട് ഒരിക്കലും അവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് പോവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവൻ സൂയിസൈഡ് ചെയ്തതെന്ന് ഇപ്പൊ ഇസുക്ക് പറയും. അപ്പൊ ഇസുക്ക് പറയും, ആക്ച്വലി ഈ ചുന്ദരിയും മരിച്ചുപോയ കള്ളനും ഇവര് രണ്ടുപേരും കപ്പിൾസ് ആണ്. അവളെ സംരക്ഷിക്കാനാണ് അവൻ അവനെ തന്നെ കൊന്നുകളഞ്ഞത്. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആ കഥയൊക്കെ കേട്ട് അങ്ങനെ നിൽക്കും. പ്രോഫി പെണ്ണാണെങ്കില് അവൾ പൊട്ടിക്കരയും. ഇവിടെ ചപ്പർത്തലേന് ആ ഒരു സ്റ്റോറി അത് തീരെ പിടിക്കില്ല. അപ്പൊ അതേ സമയത്ത് മാസ്റ്റർ ആള് ക്ലാപ്പ് ചെയ്ത് ഇപ്പൊ അകത്തേക്ക് വരും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം കണ്ടുപിടിച്ചു. ഈ ഒരു ബാറ്റില് നിങ്ങളിപ്പോ ജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത അതേ എക്സാക്ട് സ്റ്റോറി തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. അത് കേട്ടുടനെ ഇപ്പൊ ബാക്കിയുള്ളവര് നമ്മുടെ ഹീറോയെ അവനെ അഭിനന്ദിക്കാൻ തുടങ്ങും. അപ്പ മാസ്റ്റർ ഇപ്പൊ മറ്റൊരു കാര്യം പറയും, സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഗെയിമില് ഒരു മാർക്ക് പോലും ഇല്ല. അത് കേട്ട് അവർ ഷോക്കാവും. അപ്പൊ മാസ്റ്റർ പറയും, കള്ളൻ ചിരിക്കുട്ടൻ അവൻ ഓൾറെഡി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മുടെ ആൾക്കാര് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ആക്ച്വലി കള്ളൻ ചിരിക്കുട്ടൻ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരെയും ബുദ്ധിപരമായിട്ട് പറ്റിച്ച് അവൻ രക്ഷപ്പെട്ടു. പ്രോഫി ചെയ്ത മണ്ടത്തരം അവൾക്കപ്പോ ഓർമ്മ വരും. അവളുടെ മുടി അത് മൂക്കിലിട്ടപ്പോ ചിരിക്കുട്ടൻ അവൻ തുമ്മിയതാണ്. പക്ഷെ ചിരിക്കുട്ടൻ പറഞ്ഞത് വിശ്വസിച്ച് അവരാരും അത് കാര്യമാക്കി എടുത്തില്ല. അത് കേട്ട് ചപ്രത്തലയൻ അവൻ നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ചിരിക്കുട്ടൻ മാസ്റ്റർ 1 പവർ അത് ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല ടയേർഡാണ്. അപ്പൊ ചിരിക്കുട്ടൻ ഇപ്പൊ തിരികെ US സ്കൂളിലേക്ക് വരും. അവനവന്റെ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വന്ന ആ ഒരു മെയില് അതവൻ ചെക്ക് ചെയ്യും. അത് മറ്റാരുടെയും മെയിലല്ല, അവന്റെ ഫ്രണ്ടിന്റെ മെയിലാണ്. മെയില് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ചിരിക്കുട്ടൻ വായിക്കും. ആക്ച്വലി അവരുടെ സിറ്റിയില് ഇപ്പൊ വലിയൊരു എക്സ്പോ നടക്കുന്നുണ്ട്. ഉടനെ ചിരിക്കുട്ടൻ അവന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ കെട്ടിപ്പെറുക്കി ഇപ്പൊ ഇസുക്കിന്റെ അടുത്തേക്ക് വരും. നമ്മുടെ ചെക്കനെ തൂക്കിയെടുത്ത് അവർ രണ്ടുപേരും ഇപ്പൊ എക്സ്പോ കാണാൻ പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.